എല്ലാവർക്കും പി എസ് സി ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിലൂടെ പുതിയ SCRT അതുപോലെ പഴയ SCRT PSC ആസ്പിറൻസിന് വേണ്ടി ക്ലാസ് ആയിട്ട് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒറ്റയല്ലൊരു ജീവിയും എന്ന സയൻസ് പാഠഭാഗം 5ാം ക്ലാസ്സാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് ആഹാര ശൃംഖലാജാലം അഥവാ ഫുഡ് വെബ്. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖലാജാലം. നെക്സ്റ്റ് ആഹാര ശൃംഖല ഫുഡ് ചെയിൻ. ആഹാര ശൃംഖലാജാലത്തിലെ ഒറ്റ ശ്രേണിയിലുള്ള ഒരു ആഹാര ബന്ധമാണ് ആഹാര ശൃംഖല. എക്സാമ്പിൾ പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കഴുകൻ. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് വരുന്നു. എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗമാണ് സസ്യങ്ങൾ അഥവാ ഉൽപ്പാദകർ. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകരാണ് പ്ലവകങ്ങൾ അഥവാ പ്ലാങ്ക്ടൺസ്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. ഇനി ആവാസത്തിൻ്റെ ഡെഫിനേഷനാണ് പറയുന്നത്. ഹാബിറ്റാറ്റ്. നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടാണ് ആവാസം. എക്സാമ്പിൾ വയൽ, പുൽമേടുകൾ, മരുഭൂമി, ധ്രുവപ്രദേശം, കണ്ടൽക്കാടുകൾ, സമുദ്രം, വനങ്ങൾ. ഒരു ആവാസത്തിൽ ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ ജീവിയവും അജീവീയവുമായ ഘടകങ്ങൾ ഉണ്ടാകും. ഒരു ജീവിക്ക് നിലനിൽക്കണമെങ്കിൽ ജീവീയമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മറ്റ് ജീവികളെ ചിലപ്പം ആശ്രയിക്കേണ്ടി വന്നേക്കാം. അജീവീയമായത് മണ്ണ്, അതുപോലെ വായു, അങ്ങനെ 2 തരത്തിൽ ഒരു ജീവിക്ക് നിലനിൽക്കാൻ വേണ്ടി ആവശ്യമായ ഘടകങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. ആവാസത്തിൻ്റെ ഡെഫിനേഷൻ ഇതിനു മുന്നേ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കാം. ഇനി കേരളത്തിലെ ചില ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു അധിനിവേശ മത്സ്യമാണ് ആഫ്രിക്കൻ മുഷി. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇത് നമ്മുടെ ജലാശയങ്ങളിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്. ആഗോള കടുവ ദിനം. ആഗോള കടുവ ദിനം ജൂലൈ 29-നാണ്. ഇന്ത്യ ഗവൺമെൻറ് പ്രൊജക്റ്റ് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് 1973 ഏപ്രിൽ 1-നാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രകാശ സംശ്ലേഷണം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജത്തിൻ്റെ സഹായത്താൽ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. ഇലകളിലെ ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന വർണ്ണകമാണ് സസ്യങ്ങളിലെ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഗ്ലൂക്കോസും ഓക്സിജനും. എല്ലാ ജീവികളും സസ്യങ്ങൾ ഉൾപ്പെടെ ശ്വസനത്തിനായി ഉപയോഗിക്കുന്ന വാതകമാണ് ഓക്സിജൻ. അവർ ഫോട്ടോസിന്തസിന് വേണ്ടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നുണ്ടെങ്കിലും അല്ലാത്ത സമയത്തൊക്കെ രാത്രിക്കൊക്കെ അവർ ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ശ്വസന ഫലമായി എല്ലാ ജീവികളും സസ്യങ്ങൾ ഉൾപ്പെടെ പുറന്തള്ളുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് ഫൈലോടാക്സി എന്ന ടോപ്പിക്കാണ്. അത് ചെടിയുടെ ഇലകളുടെ ക്രമീകരണത്തെക്കുറിച്ചാണ് ഫൈലോടാക്സി പറയുന്നത്. അപ്പോൾ അതിന് 3 ടൈപ്പ് ഉണ്ട്. നോക്കാം. ഒരു ചെടിയുടെ തണ്ടിൽ ഇലകളുടെ ക്രമീകരണത്തെ, വിന്യാസത്തെ ഫിലോടാക്സി എന്ന് പറയുന്നു. ഫിലോടാക്സി തരങ്ങൾ. ഫസ്റ്റ് വൺ ഏകാന്തര വിന്യാസം, ആൾട്ടർനേറ്റീവ് ഫിലോടാക്സി. ഒരു പർവ്വത്തിൽ അതായത് നോഡിൽ നിന്നും ഒരു വശത്തേക്ക് ഒരു ഇല എന്ന രീതിയിലുള്ള വിന്യാസമാണ് ഏകാന്തര വിന്യാസം. അതിന് എക്സാമ്പിൾസ് റോസയും ചെമ്പരത്തിയും മാവും. ഇനി സെക്കൻഡ് ടൈപ്പ് എതിർ വിന്യാസം, ഓപ്പോസിറ്റ് ഫിലോടാക്സി. ഒരു പർവ്വത്തിൽ നിന്നും ഇരുവശത്തേക്ക് ഓരോ ഇലകൾ എന്ന രീതിയിലുള്ള ക്രമീകരണമാണ് എതിർവിന്യാസം. അതിന് എക്സാമ്പിൾസാണ് പേര, തുളസി, തെച്ചി. ഇനി നെക്സ്റ്റ് സർപ്പിള വിന്യാസം അഥവാ വേൾഡ് ഫിലോടാക്സി. ഒരു പർവ്വത്തിന് ചുറ്റും 3ഓ അതിലധികമോ ഇലകൾ വിന്യസിച്ചിരിക്കുന്ന രീതിയാണ് സർപ്പിള വിന്യാസം. എക്സാമ്പിൾസ് സൂര്യകാന്തി, അരളി, ഏഴിലം പാല. നമുക്ക് ഓരോ ചെടി എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ആ ഇലേൻ്റെ ഓർത്തിരിക്കാൻ ഒരു എക്സാമ്പിൾസ് ഓർത്തിരുന്നാൽ മതി. അന്നേരം തന്നെ ഇത് ഏതിലാണ് വരുന്നത് നമുക്ക് സെപ്പറേറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന അന്തരീക്ഷ വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇലകളിലെ പച്ചനിറമുള്ള വർണ്ണകം ഹരിതകം. സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക് നിറം കൊടുക്കുന്ന വർണ്ണകങ്ങളാണ്. ചുവപ്പ് നിറം കൊടുക്കുന്നത് ആന്തോസയാനിനാണ്. ഓറഞ്ച് നിറം കരോട്ടിൻ, മഞ്ഞ നിറം സാന്തോഫിൽ. ഓറഞ്ച് ക്യാരറ്റിൻ്റെ കാര്യം ഓർത്താൽ മതി, കരോട്ടിൻ. ബാക്കിയെല്ലാം ഓർത്ത് വയ്ക്കാം. ഇനി നെക്സ്റ്റ് അന്തരീക്ഷവായു സസ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിനും പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഓക്സിജൻ പുറന്തള്ളുന്നതിനും സഹായിക്കുന്ന ഇലകളിലെ സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ അഥവാ ആസ്യരന്ധ്രം.
അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം അഥവാ നോബിൾ ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചാൽ ആർഗണാണ്. ഇനി എപ്പിഫൈറ്റ്സ് എന്താണെന്ന് നോക്കാം. വാസസ്ഥലത്തിനായി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ഇവയിലെ ചെറിയ വേരുകൾ മരത്തെ പറ്റിപ്പിടിച്ച് വളരാനും കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനും സഹായിക്കുന്നു. അപ്പം ചെറിയ വേരുമുണ്ട്, കട്ടി കൂടിയ വേരുകളുമുണ്ട്. അവർക്ക് രണ്ടിനും വെവ്വേറെ ധർമ്മങ്ങളാണ്. ഇനി എക്സാമ്പിൾസ് ഓർക്കിഡുകളും മരവാഴയ്ക്ക് വാൻഡ എന്നുകൂടി പറയാറുണ്ട്. അർദ്ധപരാദങ്ങൾ. ഇനി പറയുന്നത് പരാദങ്ങൾ 2 ടൈപ്പാണ്, അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും. സെമി പാരസൈറ്റ്സ് അർദ്ധപരാദങ്ങൾ. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് സ്വയം ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളെ അർദ്ധപരാദങ്ങൾ എന്ന് പറയുന്നു. എക്സാമ്പിളുകൾ ഇത്തിൽക്കണ്ണി, ചന്ദനം. പൂർണ്ണപരാദങ്ങൾ ടോട്ടൽ പാരസൈറ്റ്സ്. ആതിഥേയ സസ്യത്തിൽ നിന്നും പോഷക ഘടകങ്ങൾ വലിച്ചെടുക്കുവാൻ കഴിയുന്ന സസ്യങ്ങളെ പൂർണ്ണപരാദങ്ങൾ എന്ന് പറയുന്നു. എക്സാമ്പിൾ മൂടില്ലാത്താളി, റെഫ്ലേഷ്യ. കസ്ക്യൂട്ട എന്ന് പറഞ്ഞാൽ മൂടില്ലാത്താളിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് റെഫ്ലേഷ്യ. അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളും ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവയാണ്. മരവാഴ പോലെ എപ്പിഫൈറ്റ് വേറെ തന്നെയാണ്. അർദ്ധപരാദങ്ങളും പൂർണ്ണപരാദങ്ങളുമാണ് ആതിഥേയ സസ്യത്തിന് ദോഷം ചെയ്യുന്നവ. ജീർണ അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ അഥവാ സാപ്രോഫൈറ്റ്സ്. എക്സാമ്പിളുകൾ നിയോട്ടിയ, മോണോട്രോപ്പ, പൂപ്പലുകൾ. ശവോപജീവികളുടെ എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കാം. പൂപ്പലുകൾക്ക് ഉദാഹരണം കൂണുകൾ അഥവാ മഷ്റൂംസ്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. സിമ്പിൾ ചാപ്റ്ററാണ്, ചെറിയ ചെറിയ പോയിൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.